Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. And Preeti. ഗ്രീഷ്മ വളരെ കുറച്ച് പേരുള്ളൂ, പേരൊക്കെ വിളിക്കാൻ പറ്റും. തുടങ്ങിയപ്പോ ഒക്കെ പേര് വിളിക്കുക ബുദ്ധിമുട്ടായിരുന്നു, കാരണം കുട്ടികളെല്ലാം കുറെ പേരൊക്കെ ജോയിൻ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറഞ്ഞ് വീണ്ടും ഒരു കൈവിരലിൽ എണ്ണാവുന്ന അത്രയുമായി അല്ലേ? I don't know what is the reason. എന്താണെന്ന് അറിയില്ല. പഠിക്കണ്ടാവുമായിരിക്കും വീട്ടിലിരുന്നു. ഓക്കെ, നമ്മൾ എന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കുട്ടികൾ ജോയിൻ ചെയ്യണം. എന്തെങ്കിലും മാറ്റേഴ്സ് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും റീസൺ ഉണ്ടാവാം ചിലപ്പോ ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. ക്ലാസ് വീട്ടിലിരുന്നെങ്കിലും അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണണം. കുറച്ചുകൂടി ഗൗരവമായി എടുത്ത് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുക. ഓക്കെ, വെറുതെ നമ്മള് കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്തു, എക്സാം മാത്രം എഴുതുമ്പോ അതിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ജോലിക്കൊക്കെ കയറുമ്പോഴായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാൻ പറ്റുക അല്ലെ? എന്തൊക്കെയാണ് അവിടെ പഠിച്ചത്, ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടി വരുമ്പോ കുറെ ഡിഫിക്കൽട്ടീസ് ചിലപ്പോ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ റെക്കോർഡഡ് ക്ലാസ് എങ്കിലും ഇപ്പൊ ലൈവിൽ കയറാത്തവരൊന്ന് കാണണം. ഇടയ്ക്കിടയ്ക്കെങ്കിലും അതൊന്ന് ഈ റെക്കോർഡ് എടുത്ത് തുറന്നു നോക്കിയാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടത്, ടീച്ചർ അത് പറയേണ്ടതും കൂടെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഒട്ടും തന്നെ നമ്മള് വായിക്കാതെ പഠിക്കാതെ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചല്ലോ അല്ലെ? ഓണമൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തോ? Yes, ma'am. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂറേഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്കും ഉപകാരപ്രദമാകുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യാനാണല്ലോ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുക. അപ്പൊ അതിന് ഇന്നത്തെ കാലത്ത് ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ഷോർട്ട് പീരീഡിലായിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഈസി ടു ഗെറ്റ് എ ജോബ്. അതൊക്കെ നമ്മൾ നേടിയെടുത്ത് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനുള്ള കഴിവ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഓരോ ക്ലാസ്സുകളിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ജസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്തു, ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് കണ്ടോ, കണ്ടു, ചില ദിവസമൊന്നും കണ്ടില്ല, അങ്ങനെയല്ല. നമ്മൾ എങ്ങനെയാ ഒരു പഠിപ്പ് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ വളർച്ച പോലെ തന്നെയാണ്. ഈ ചിലവര് ഓരോ കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് പൊങ്ങി നമ്മൾ ഓരോ വർഷങ്ങൾ അതാത് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡെവലപ്മെന്റ്, നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് മാത്രം പോരല്ലോ അല്ലെ, മെന്റൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ നോളജ്, സ്കില്ല്, കേപ്പബിലിറ്റി ഒക്കെ ഒരുപാട് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളിൽ നിന്നാണ്. ഈച്ച് ആൻഡ് എവറി ക്ലാസ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണം ഉണ്ടായിരിക്കും അല്ലെ? അല്ലാതെ ഇത് ആ ചാപ്റ്റർ തന്നെയാ പഠിപ്പിക്കുന്നത്. ചോദിക്കുക അനീഷ. അതെ, നമ്മുടെ ഈ ക്ലാസ്സസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രാക്ടിക്കൽ, അതായത് നമ്മളൊരു ആസ് എൻ HR മാനേജർ നമ്മൾ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് നമ്മളെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യേണ്ട അങ്ങനത്തെ ഇത് ക്ലാസ് ഉണ്ടോ? അതായത് ഇപ്പം എന്താ ഒരു ഓഫർ ലെറ്റർ പ്രിപ്പറേഷൻ, അതേപോലെ തന്നെ എങ്ങനെയാണ് വാർണിംഗ് ലെറ്റേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആസ് എ ഒരു HR ഡ്യൂട്ടീസ്. അതിന്റെയൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണോ, തിയറി ക്ലാസ് കഴിഞ്ഞിട്ടാണോ? ഇതിനകത്ത് നമ്മൾ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഈ സിലബസിൽ അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ സിലബസിന്റെ പേര് വന്ന ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ആൻഡ് അങ്ങനത്തെ ഒരു ടോപ്പിക്, അതായത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സുകള്, അതായത് എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ HRM എന്ന് പറയുന്നതിന്റെ ഡിപ്ലോമ ഈ ഒരു കോഴ്സിൽ പഠിക്കുക. ആൻഡ് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോ മേഖലകളും, അതായത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന ഓരോ ഭാഗം ഓരോ ഇതുണ്ട്. അവരുടെ ട്രെയിനിങ്, അവരുടെ ഡെവലപ്മെന്റ്, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അതുകൂടാതെ അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ
എന്താ പറയാ റിക്രൂട്ട്മെന്റ്, അവരുടെ സെലക്ഷൻസ്, എന്താ പറയാ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, അവർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ്ങും അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങള്, ഓക്കെ, പിന്നെ അവരുടെ ടാലന്റ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ അവർക്ക് ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ, ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുക. ഈ മേഖലകളിലൊക്കെ നമുക്ക് എന്താ പറയാ മാനേജ്മെന്റ് ആവശ്യമുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ പറയുന്ന മേഖലകൾ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹ്യൂമൻ റിസോഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എംപ്ലോയീസിന്റെ ബെനിഫിറ്റിനെ സംബന്ധിക്കുന്നതായിക്കോട്ടെ, അപ്പൊ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ മാനേജ് ചെയ്യേണ്ടത് എന്താണോ ദാറ്റ് യു ഹാവ് ടു നോ. എന്താണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത്? മാനേജ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാതെ നമുക്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ടു പ്രിപ്പയർ, നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ഓഫർ ലെറ്ററുകൾ, ഹ്യൂമൻ റിസോഴ്സുകൾക്കൊക്കെ ഓഫർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുക. അത് നമ്മളുടെ എന്താ പറയാ ഹോസ്പിറ്റൽ, ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ പോലെയുള്ള വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ HR മാനേജർ, ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന HR മാനേജേഴ്സ് അവരുടെ എന്താ പറയാ അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് അനുസരിച്ച്, ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി അനുസരിച്ച് ഈച്ച് ആൻഡ് എവറി ഏത് കാര്യമാണോ അവർക്ക് ഹാൻഡിൽ ചെയ്തിട്ട് അത് അവർ ചെയ്യണം. അതിന് ഓൾറെഡി HR മാനുവൽ ഉണ്ട്. HR-നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു മാനുവൽ ഉണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് മാനുവൽ, ആ മാനുവലിനകത്ത് ഈച്ച് ആൻഡ് എവറി തിങ്സ് ആർ ഇൻക്ലൂഡഡ്. അതായത് ഒരു ഓഫർ ലെറ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അവര് അപ്പൊ എന്താ പറയാ എംപ്ലോയീസ് ഇങ്ങനെ ലീവിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അത് അങ്ങനെ അതെല്ലാം ഉണ്ട് അതിനകത്ത്. ആ മാനുവലിലുണ്ട്, വിച്ച് ഇസ് കൺസിഡർഡ് ആസ് ദ ബൈബിൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു ബൈബിളായി കൺസിഡർ ചെയ്യുന്ന HR മാനുവൽ ഓൾറെഡി ഓരോ ഓർഗനൈസേഷനും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു ഹാൻഡിൽ. അങ്ങനെ വരുമ്പോൾ ആ ഒരു HR മാനുവൽ അക്കോർഡിംഗ് ടു ദാറ്റ്, അതനുസരിച്ച് അവർക്ക് ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് ഓർഗനൈസേഷൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ അനീഷ? നമുക്ക് ഇപ്പൊ ഈ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ട ആ എന്താ പറയാ പ്ലേസസ് ഏതൊക്കെയാണ്, എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന ഏതൊക്കെ സ്ഥലത്താണ് നമ്മളുടെ മാനേജ്മെന്റിന്റെ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ ഉദിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെവിടേക്കാ, അത് പരിചയപ്പെടുത്തലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഈ ഒരു എന്താ പറയാ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സിലൂടെ. ക്ലിയർ? അനീഷയ്ക്ക് മനസ്സിലായോ പറഞ്ഞത്? യെസ്, ഓക്കെ. സോ നമ്മളുടെ ക്ലാസ് ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്ന ആ മൊഡ്യൂൾ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൻഡ് വി ഹാവ് സ്റ്റാർട്ടഡ് എ ടോപ്പിക് അല്ലെ, ഇതിനകത്ത് തന്നെ കുറെ 4 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതില് ഒരു 3ാമത്തെ ടോപ്പിക് ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദ 3rd ടോപ്പിക് ആണ്, അതായത് 3rd യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ മൊഡ്യൂളിലെ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എംപ്ലോയീസിന്റെ ഹെൽത്തും സേഫ്റ്റിയും മാനേജ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എംപ്ലോയി ഹെൽത്ത്. ഓൾറെഡി വി ഹാവ് സ്റ്റാർട്ടഡ് ദ ടോപ്പിക് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ബിഫോർ ഓണം വെക്കേഷൻ അല്ലെ, അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയി ഹെൽത്ത്? എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫിറ്റ്നസ് ഓഫ് ഈച്ച് ആൻഡ് എവറി പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ or in various industries. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവർ എത്രത്തോളം ഫിറ്റ് ആണ് ഫോർ ഡൂയിങ് ഓർ പെർഫോമിംഗ് സച്ച് എ ജോബ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോബ് ചെയ്യാൻ അവർ എത്രത്തോളം ഫിറ്റ് ആണ് എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിയുടെ ഹെൽത്ത്. എംപ്ലോയിയുടെ ഹെൽത്ത് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് നമുക്ക് പറയാം. അപ്പൊ എംപ്ലോയീസിന്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വൈൽ വി ആർ കൺസിഡറിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് അൺഹെൽത്തി ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ ലീഡ് ടു സം അതർ പ്രോബ്ലംസ്. മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് പോകും. എല്ലാ എംപ്ലോയീസും അൺഹെൽത്തി ആകുക, അല്ലെങ്കിൽ ഉള്ള എംപ്ലോയീസിൽ ഒരു എന്താ പറയാ മേജർ പെർസെന്റേജ് ഓഫ് എംപ്ലോയീസിന് അൺഹെൽത്തി വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇറ്റ് വിൽ കോസ് സം പ്രോബ്ലംസ് ഇൻ ദ ഓർഗനൈസേഷൻ. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. സോ മെയിൻറ്റെയിനിങ് എംപ്ലോയി ഹെൽത്ത് ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന്റെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ഓരോ ഓർഗനൈസേഷൻ. ഓക്കെ, അത് അപ്പോഴാണ് ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാ എംപ്ലോയീസും ഹെൽത്തി ആയിരിക്കുമ്പോൾ വി ക്യാൻ പെർഫോം അവർ ജോബ് ഓർ ടാസ്ക് വിച്ച് ഇസ് ഗിവൺ വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ ഇഫക്റ്റീവ് ആയിട്ട്,
എഫിഷ്യന്റ് ആയിട്ട് ഞാൻ ഹെൽത്തി ആകുമ്പോഴും എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഐ ആം ഫീലിംഗ് എനി സിക്നസ്, ഏതെങ്കിലും തരത്തില് ഓരോ എംപ്ലോയീസിന് പലതരത്തിലുള്ള സിക്നസ്, പനി വരുന്നു, ചുമ, തലവേദന, ജലദോഷം ഒക്കെ വരുമ്പോൾ ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ചിലപ്പോ, അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് എന്താ പറയാ, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്തൊക്കെയോ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരുപാട് ഐഡിയാസ് ആയിട്ടായിരിക്കും വരിക. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ഓർഗനൈസേഷനും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന്റെ എന്താ പറയാ, ഇങ്ങനെ ഹെൽത്തിനെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ they may cause disease. അപ്പൊ അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരും. രോഗങ്ങൾ വരുമ്പോൾ we have to treat. നമ്മുടെ എംപ്ലോയി ഓർഗനൈസേഷൻ തന്നെയാണ് ഇതിന് ഉത്തരവാദിത്തത്തോടെ അവരെ ട്രീറ്റ്മെന്റുകൾ, ചിലപ്പോൾ ഓർഗനൈസേഷനിൽ വെച്ച് തന്നെ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രിക്കോഷൻസ് ഇഫ് യു ആർ ടേക്കിംഗ്, all the employees will be healthy. എംപ്ലോയി ഹെൽത്തിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആസ്പെക്ടുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദേ ആർ ഹെൽത്ത് റിസ്ക് ആൻഡ് ഹെൽത്ത് ഹസാർഡ്. ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ്. ഓർഗനൈസേഷന് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നാണ് ഹെൽത്ത്, എന്താ പറയാ, എംപ്ലോയി ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. അതായത് ആരോഗ്യത്തിന് ഉണ്ടാകാവുന്ന ചില അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എംപ്ലോയി റിസ്ക് എന്ന് പറയുന്നത്, എംപ്ലോയീസിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില റിസ്കുകളെ നമുക്ക് എന്ത് ചെയ്യാം, we can minimize or reduce or can be avoided even. നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാം. എങ്ങനെ? ബൈ ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് പ്രിക്കോഷൻസ്, സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക, അതല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് മാത്രമല്ല, ബൈ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, എംപ്ലോയീസിന് അവർക്ക് സൗകര്യത്തോടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തും, കൂടാതെ എംപ്ലോയീസിന് ഏതെങ്കിലും തരത്തിൽ അവർ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് സുരക്ഷ വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സുരക്ഷാ മാർഗങ്ങൾ എന്താ പറയാ അഡോപ്റ്റ് ചെയ്തും, അതുപോലെ തന്നെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുത്തും എംപ്ലോയീസിന്റെ ഹെൽത്തിനെ നമുക്ക് അവരുടെ ഹെൽത്തിന് റിസ്ക് ആവാവുന്ന ചില ഘടകങ്ങളെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹെൽത്ത് ഹസാർഡ് കനോട്ട് ബി കൺട്രോൾഡ് ഓർ മിനിമൈസ്ഡ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, അത് കൺട്രോൾ ചെയ്യാനോ മിനിമൈസ് ചെയ്യാനോ പറ്റുന്നതല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് പഠിക്കാനുള്ളത് അക്കോർഡിംഗ് ടു ദ ജോയിന്റ് ILO ഓർ WHO കമ്മിറ്റി ഓൺ ഓർഗനൈസേഷണൽ ഹെൽത്ത്. ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും, അതല്ലെങ്കിൽ നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓർഗനൈസേഷന്റെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ലെറ്റ്സ് സീ ഈച്ച് ആർ ദേ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലേ? അതല്ലേ തുടങ്ങണ്ടേ? ഒന്ന് കൺഫേം ചെയ്തേ. ഇതാണെന്നാണ് എന്റെ ഓർമ്മ. Right. Yes. Okay. So what is the first one? The promotion and the maintenance of physical, mental, and social well-being of all the workers in all occupations. ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്കും അവരുടെ ആ ജോലിയിൽ അവർക്ക് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യൽ സാമൂഹ്യപരമായിട്ടും ഒക്കെ ഉള്ള എന്താ പറയാ ഒരു സപ്പോർട്ട് കൊടുക്കുക. അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ സോഷ്യൽ ഒരു ഹെൽത്ത് എന്ന് വെച്ചാൽ സമൂഹത്തില് ഇപ്പൊ നമ്മളിവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ല ജോലി, കൊളീഗ്സ്, നമ്മുടെ കോവർക്കേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ഹൗ ദേ ഇന്റർഫിയർ വിത്ത് ദം, ആ കൊളീഗ്സുമായിട്ട് കോവർക്കേഴ്സുമായിട്ട് അവർ ഇടപെടുന്നത് എങ്ങനെ, അതൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ആ ഒരു മറ്റ് എന്താ പറയാ ജോലിക്കാരോടൊക്കെ നമ്മൾ എന്താ പറയാ മിങ്കിൾ ചെയ്ത് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിലേഷൻസ്, ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടായാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഓർഗനൈസേഷൻ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? അല്ലാണ്ട് ഒരു എംപ്ലോയിക്ക് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഫിസിക്കലായിട്ടുള്ള രോഗത്തേക്കാൾ ഉപരി ദേ ഷുഡ് ഹാവ് മെന്റൽ സ്ട്രെങ്ത്, ഒരു മാനസികമായിട്ടുള്ള ശക്തി ഉണ്ടായിരിക്കണം. എന്ത് ജോലി ചെയ്യുമ്പോൾ ആ മാനസിക ശക്തി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മെന്റലി നമ്മൾ അവരെ എന്താ പറയാ ടോർച്ചർ ചെയ്യുക, മെന്റൽ ഡിപ്രഷനിലേക്ക് പോകുന്ന രീതിയിൽ എന്താ പറയാ എംപ്ലോയീസിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ മറ്റ് എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നോ മെന്റൽ പ്രഷർ കൊടുക്കുക അവർക്ക്. ഇതൊക്കെ ചെയ്യുമ്പോൾ they cannot make any ഗുഡ് ഔട്ട്പുട്ട്, അല്ലെ? നല്ലൊരു ഔട്ട്പുട്ട് ആ ഓർഗനൈസേഷൻ ആ എംപ്ലോയിയിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
So promoting their mental, physical and also social health of each and every employees in every occupations. ഏത് ജോലിയിൽ ചെയ്യുന്നതും അവർക്ക് വേണ്ട സപ്പോർട്ട്, അവരുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതും മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതും സോഷ്യൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. അതെല്ലാ ഓർഗനൈസേഷനും ചെയ്യണം. ഓക്കെ, എന്നാണ് ആര് പറയുന്നത്? ഞാൻ പറഞ്ഞതല്ല, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നത്. അല്ലാതെ എന്താ പറയാ, ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തിന്, ഇപ്പൊ നമുക്ക് രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ലാണ്ടാകുക, അതൊരു വശത്ത്. അതുകൂടാതെ ജോലിക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഭയങ്കര പ്രഷർ. സോ വി വിൽ നോട്ട് ഹാവ് എനി മെന്റൽ സ്ട്രെങ്ത്. അവിടെ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഇങ്ങനെ ചുവന്നു പോകും. നമ്മൾ ഭയങ്കര ധൈര്യത്തോടും നമ്മുടെ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഓരോ ജോലിയും ചെയ്യാനായിട്ട് ഓരോ എംപ്ലോയീസും ഓർഗനൈസേഷൻ തന്നെ. അപ്പൊ അങ്ങനെ ആകണം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ, തടസ്സപ്പെടുത്തുന്ന രീതിയിലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദെയർ ജോബ്. അത് അവരുടെ ജോലിയിൽ റിഫ്ലക്ട് ചെയ്യും. അന്ന് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണോ, ആ മെന്റൽ പ്രഷർ കൊടുത്ത കാര്യം എന്താണോ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി റിലീസ് ചെയ്ത് പോകുന്നത് വരെ അത് അങ്ങനെ കിടക്കും. അതനുസരിച്ച് നമ്മളുടെ ജോലിയിൽ അത് പ്രതിഫലിക്കും. എനിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അത് പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് ILO അല്ലെങ്കിൽ WHO പറയുന്നത്. സെക്കൻഡ് വൺ, പ്രിവെൻഷൻ ഓഫ് എമംഗ് വർക്കേഴ്സ് ഓഫ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ വർക്കിംഗ് കണ്ടീഷൻസ്. ജോലി സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക, വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൽ ഹെൽത്തും ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട്, വർക്കേഴ്സിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് എല്ലാ ഓർഗനൈസേഷനും ശ്രമിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഉദാഹരണം, ചില ഓർഗനൈസേഷനിൽ ചില ജോലികൾ ചെയ്യുമ്പോൾ വർക്കേഴ്സിന് ചിലപ്പോ അവിടുത്തെ പുക, ചില ഫാക്ടറീസിലൊക്കെ വർക്ക്, എക്സാമ്പിൾ പറയുന്നതാണ്, എളുപ്പം മനസ്സിലാകും. ചില ഫാക്ടറീസ്, നമുക്കറിയാം ഫാക്ടറീസ് എന്ന് പറയുന്നത് അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്, പല സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അത്തരം ഉൽപാദന കേന്ദ്രങ്ങളിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സുകൾ ആൻഡ് ഫാക്ടറീസ്, അവിടെ ഉൽപാദന പ്രക്രിയ നടക്കുന്നത് കൊണ്ട് they may produce some types of fumes or gases. പലതരത്തിലുള്ള പുക, പലതരത്തിലുള്ള ഗ്യാസസ് ഒക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സോ വൈൽ ഇൻഹേലിംഗ് ഓൾ ദീസ് ഗ്യാസ് ഓർ ഫ്യൂംസ്, ഈ ഇത്തരം പുകകളും വിഷം നിറഞ്ഞ ഈ പറയുന്ന ഗ്യാസ്റ്റിക് സ്റ്റേറ്റിലുള്ള ചില വാതകങ്ങളൊക്കെ ഇങ്ങനെ ശ്വസിച്ച് കുറെ കഴിയുമ്പോൾ അത്തരം എംപ്ലോയീസിന് 1-2 ദിവസം അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഒക്കെ ചിലപ്പോൾ അത് അവർ ശ്വസിച്ചതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മുടെ റെസിസ്റ്റിംഗ് പവർ ഒക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ there will be some symptoms of any diseases. അവിടെ പല രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ പ്രകടമാകാൻ തുടങ്ങും. സോ അതൊക്കെ ഒഴിവാക്കണം. അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂംസ് അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ they might have to find some solutions to discard all these things. ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസ്കാർഡ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഫാക്ടറി കണ്ടെത്തണം. അല്ലെങ്കിൽ അത്തരം വർക്കേഴ്സിനെ ആ സാഹചര്യങ്ങളിൽ അവർക്ക് രോഗങ്ങൾ വരാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയാനുള്ള ഒരു പരിഹാര മാർഗം കൂടി അവർ കണ്ടെത്തണം. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, പ്രിവെൻഷൻ എമംഗ് വർക്കേഴ്സ് ഓഫ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ എനി വർക്കിംഗ് കണ്ടീഷൻസ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകളില് പലതരത്തിലുള്ള അനാരോഗ്യങ്ങൾ രോഗികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തടയുക എന്നാണ് ആര് പറയുന്നത്? ILO. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിൽ കുറെ ആൾക്കാരെ ജോലിക്ക് കൊണ്ടുവന്നിട്ടു, ജോലിക്ക് ഞങ്ങൾ സാലറി അല്ലെങ്കിൽ വേജസ് കൂലി തരണുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യണം. ഇവിടുത്തെ പൊടിയും പുകയൊക്കെ ഉണ്ടാവും, അതൊക്കെ പതിവാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ശ്വസിച്ചിട്ടായാലും നിങ്ങൾ ജോലിക്ക് തയ്യാറായി വന്നവരല്ലേ, ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് ആവരുത്. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗങ്ങൾ സ്വീകരിക്കണം. അത് ILO നിർബന്ധമായി പറഞ്ഞിട്ട് WHO കർശനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. എനി ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം, അതല്ലെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകും. ഇസ് ഇറ്റ് ക്ലിയർ? ആ 2 പോയിന്റ്സ് മനസ്സിലായോ? Okay. And the third one, protection of workers in their employment from risks from resulting from the factors hours of health. അതായത് ഇനിയും നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയാണ്, ഫാക്ടറീസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന
എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യത്തിന് എന്താ പറയാ നല്ലതല്ലാത്ത രീതിയിൽ എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സും അത്തരം ഓർഗനൈസേഷനിൽ ഉണ്ടാകും. അവരെ അത്തരം ജോലികളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ജോലി ചെയ്യാതിരിക്കാൻ നല്ലതല്ല, ജോലി ചെയ്യിപ്പിക്കണം. പക്ഷെ ജോലി ചെയ്യുന്നതോടൊപ്പം അത്തരം എന്തെങ്കിലും അവേഴ്സ് ആയിട്ട്, അതായത് ഇൻവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാവുന്ന, ഓപ്പോസിറ്റ് ആയിട്ട് എഫക്ട് ചെയ്യാവുന്ന, അവരുടെ ആരോഗ്യത്തിനെ എഫക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കും എന്നാണ് വീണ്ടും ILO അല്ലെങ്കിൽ WHO പറയുന്നത്. രണ്ട് കൂട്ടരും സ്ട്രോങ് ആയിട്ടാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രിക്കോഷൻസും ഹാവ് ടു ബി ടേക്കൺ ബൈ ദ ഓർഗനൈസേഷൻ. And the last one is placing and maintaining the worker in an occupational environment adapted to his physical and psychological equipment. ഇനി നമ്മൾ ഓരോ ഓർഗനൈസേഷനിലും ഓരോ ജോലിക്കാർക്ക് ജോലി കൊടുക്കുമ്പോൾ അവരുടെ ആ ഒക്യുപ്പേഷൻ, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ആ എൻവയോൺമെന്റ്, ആ ഒരു അന്തരീക്ഷം അതെങ്ങനെയായിരിക്കണം? അവരുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ, അതായത് ശാരീരികപരമായിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്റെ ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾക്കും ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് രണ്ടിനെയും ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ വർക്കേഴ്സിനെയും പ്ലേസ് ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന ചുറ്റുപാട് അന്തരീക്ഷം മോശം, നമുക്ക് മെന്റലി അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുക വളരെ കഷ്ടപ്പെട്ടിരുന്നു നമുക്ക് ഫിസിക്കലായിട്ടും മെന്റലിയും നമ്മൾ ഒട്ടും അഡാപ്റ്റഡ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി നമുക്ക് ജോലി തരിക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടുപോയി ഇരുത്തുക ജോലിക്ക് വേണ്ടി. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് എഫക്റ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റില്ല പുറത്തേക്ക്. കാരണം നമ്മൾ എപ്പോഴും ടെൻസ്ഡ് ആണ്. ഈ പറയുന്ന എന്റെ ഫിസിക്കൽ കണ്ടീഷൻ, ഈ ഒരു ചുറ്റുപാടിൽ ഇരുന്നിട്ട് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെയല്ല, എന്റെ സൈക്കോളജിക്കൽ മെന്റൽ കണ്ടീഷൻ ഓക്കെയല്ല. അത്തരം സാഹചര്യത്തിൽ ഇരുന്നിട്ട് എന്നോട് ജോലി ചെയ്യാൻ പറയുമ്പോൾ അത് വർക്കേഴ്സ് മേ നോട്ട് ബി കംഫർട്ടബിൾ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. സോ ഇറ്റ് വിൽ റിഫ്ലക്ട്. വീണ്ടും പറയാണ്, അതും അവരുടെ ആ ഒരു ജോലിയിൽ പ്രകടമാകും. ജോലി ഇങ്ങനെ താഴ്ന്നിരിക്കും. എന്ന് വെച്ചാൽ 80%, 90% ഒക്കെ എന്താ പറയാ ഔട്ട്പുട്ട് നൽകുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അത് നേരെ ചിലപ്പോ പകുതി പോലും എന്താ പറയാ എഫേർട്ട് എടുക്കാതെ എങ്ങനെയെങ്കിലും ആ ദിവസം തള്ളി നീക്കുന്ന ഒരു മൈൻഡിലേക്ക് പോകും അല്ലെ. അങ്ങനെ കഷ്ടപ്പെട്ടല്ല ചെയ്യേണ്ടത്, ഇഷ്ടപ്പെട്ടല്ല നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഈച്ച് ആൻഡ് എവരി വർക്കേഴ്സ്. അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റ് അല്ലെ, ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാം. സോ ദീസ് ആർ ദ തിങ്സ് ഓർ ദ ഇമ്പോർട്ടന്റ് തിങ്സ് വിച്ച് ഈസ് laid down by ILO or WHO for the maintenance of workers in an organization to keep it healthy. ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത് എംപ്ലോയി ഹെൽത്ത് ആണ്. ആ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ ഈ പറയുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ WHO-യും അതുപോലെ തന്നെ ILO-യും. ക്ലിയർ ആയോ? ഇത് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഹെൽത്ത് പ്രൊട്ടക്റ്റബിൾ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ഓർഗനൈസേഷന് കിട്ടും. നല്ല ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എംപ്ലോയീസ് ഹെൽത്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ഇത് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ പോയിന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് എംപ്ലോയി ഹെൽത്തിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്, ഏതാ വരാത്തത് ഏതാ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നോട്ട് ഡൗൺ ഇറ്റ്. അതിപ്പോഴും തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയി ഹെൽത്തിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എംപ്ലോയീസ് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഡിക്രീസ് ആബ്സെന്റിസം ആൻഡ് ഓൾസോ ഡിഗ്രി ഓഫ് ലേബർ ടേൺഓവർ. അതായത് എംപ്ലോയീസ് ഹെൽത്തി അല്ലെങ്കിൽ എന്ത് പറ്റും? കൂടുതൽ എംപ്ലോയീസ് ലീവ് എടുക്കും. എന്റെ ഹെൽത്ത് ഓക്കെ അല്ല, എനിക്ക് വയ്യ, തീരെ വയ്യ, പനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വന്നു. അപ്പൊ എന്ത് ചെയ്യും? തീരെ പറ്റണമെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല. ഇവിടെ വന്നിരുന്നിട്ടും മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലിരിക്കും, ലീവ് എടുക്കും. അപ്പൊ ഇങ്ങനെ കൂടുതൽ എംപ്ലോയീസ് അൺഹെൽത്തി ആണെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് ആബ്സെന്റ് ആകും, ലീവ് ആകും. ഓക്കെ, മാത്രമല്ല കുറെ ചില എന്താ പറയാ ജോലിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോ വരുന്ന രോഗം കുറച്ച് ദീർഘകാലം എടുക്കുന്ന രോഗമായിരിക്കും, പെട്ടെന്നൊന്നും മാറാത്ത. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസില് ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വൈ ദേ ആർ ഇൻഹേലിംഗ് സച്ച് ഗ്യാസസ് ഓർ ഫ്യൂംസ്, അവിടുത്തെ പുകയും എന്താ പറയാ ഗ്യാസസ് ഒക്കെ ഇങ്ങനെ ശ്വസിച്ച് വല്ല ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖം വന്നു, അത് പെട്ടെന്നൊന്നും മാറില്ല. അതൊക്കെ കുറെ ദിവസമൊക്കെ എടുത്ത് അല്ലെങ്കിൽ മാസങ്ങളോളം ചിലപ്പോ ലീവൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പറയും ഇതേ ഇന്ന ജോലി ചെയ്തിട്ടാണ്. അപ്പൊ ഡോക്ടേഴ്സ് പറയും ആ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല.
പക്ഷെ എന്താ പറയാ, അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ടു ലീവ് ഫ്രം ദാറ്റ് ജോബ് ഫോർ എല്ലാ ദിവസവും. അതായത് ഇങ്ങനെ പോയി ഇങ്ങനെ എല്ലാ ദിവസവും പോയി ഈ ജോലി ചെയ്ത് ഇതിങ്ങനെ സൃഷ്ടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആ ജോലി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഒഴിഞ്ഞു പോവുക. അപ്പൊ ലേബറേഴ്സ് കുറെയൊക്കെ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതേ വർക്കിംഗ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി തന്നെ ചെയ്യാൻ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് നല്ല രീതിയിൽ സേഫ് ആകുന്ന രീതിയിൽ അവർക്ക് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നതെങ്കിലോ അവിടെ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. എംപ്ലോയീസ് പെട്ടെന്നൊന്നും രോഗികളാകുകയില്ല, അല്ലെ? അതാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം, എംപ്ലോയി ഹെൽത്തിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഡിക്രീസ് ആബ്സെന്റിസം ആൻഡ് ഓൾസോ ഡിഗ്രി ഓഫ് ലേബർ ടേൺ ഓവർ. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, ടു റെഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ എനിക്ക് ഒരു ജോലി തന്നിരിക്കുകയാണ്. ഈ ജോലി തന്നിരിക്കുന്ന ഈ അവസരത്തില് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നാൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വരിക എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, ഞാൻ സംതൃപ്തയല്ല, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി ചെയ്യാനായിട്ട് വലിയ മതിപ്പ് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്റെ മാക്സിമം ഔട്ട്പുട്ട് എനിക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ എം സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. കാരണം ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന്റെ ഹെൽത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാകാവുന്ന ചില സൈഡ് ഇഫക്റ്റുകൾ, എനിക്ക് ഈ ജോലി കൊണ്ട് ഉണ്ടാകാവുന്ന ചില രോഗങ്ങൾ, വരാൻ സാധ്യതയുള്ള ചില രോഗങ്ങൾ ഇവര് എന്ത് ചെയ്യുന്നില്ല, വകവെക്കുന്നില്ല. ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് അതിന് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, ഒരു കരുതൽ കൊടുക്കുന്നില്ല. അവര് ജോലി ചെയ്യട്ടെ എന്ന് മൈൻഡ് മാത്രം. പക്ഷെ അങ്ങനെ പാടില്ല. അങ്ങനെ വരുമ്പോ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് പലർക്കും എന്തുണ്ടാകും, ഡിസാറ്റിസ്ഫാക്ഷൻ. കാരണം ഞാൻ ഒരു മനുഷ്യനായിരിക്കെ ആ ഒരു ജോലി ചെയ്യാൻ റെഡിയായി വന്നിരിക്കുകയാണ്. പക്ഷെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഐ മേ കോസ് സം ഇൽ ഹെൽത്ത്, എനിക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് എ ചാൻസ്, അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി മുന്നിൽ കണ്ട് they have to plan for making some solutions. അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള എന്താ പറയാ സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള പ്ലാനിങ് നേരത്തെ ചെയ്യണം. അത് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും രോഗം വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു വർക്കിംഗ് കണ്ടീഷനിലാണല്ലോ അവരുടെ ജോലി, അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാം, അത്തരം ആ റിസ്കുകൾ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് ആലോചിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ലക്ഷ്യമാണ്. അപ്പൊ രണ്ടാമത്തേത് ടു റെഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്റെ ഹെൽത്തിന് എന്താ ഒരു വിലയില്ലേ, എന്റെ ആരോഗ്യം എനിക്ക് വേണ്ടതാണ്, എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം. എന്നും കുന്നും പകുതി പ്രായമാകുമ്പോൾ തുടങ്ങിയ രോഗിയായി മാറുക എന്നുള്ളതല്ലല്ലോ, അല്ലെ? പകുതി പ്രായമാകുമ്പോഴേ തുടങ്ങിയ മനുഷ്യന്മാര് രോഗിയായി മാറിക്കഴിഞ്ഞാൽ പിന്നത്തെ കാലഘട്ടം മുഴുവൻ നമ്മളിങ്ങനെ രോഗാവസ്ഥയിൽ തന്നെ ഇഴഞ്ഞു വലിഞ്ഞ് നീങ്ങേണ്ടി വരും, അല്ലെ? അപ്പൊ എപ്പോഴും വി ഹാവ് ടു ബി ഹെൽത്തി. ഓരോരുത്തരും ഹെൽത്തി ആയിട്ടിരിക്കണം. ഓർഗനൈസേഷനിലും എംപ്ലോയീസ് എല്ലാം ഹെൽത്തിയാണ്. ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു എംപ്ലോയി സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ഹെൽത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ സെക്കൻഡ് വൺ, ടു റെഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. തേർഡ് വൺ, ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസസ്. ഇനി ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതും നേരത്തെ പറഞ്ഞ പോയിന്റുകളിലൊക്കെ വീണ്ടും വന്നേക്കാണ്, അതിനെ ആവർത്തിച്ച് പറയുന്നു. രോഗവും വരാൻ സാധ്യതയുള്ള ചില ചില എന്താ പറയാ ജോലികളുണ്ട്. എല്ലാ ജോലിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ നമുക്കിവിടെ ഞാനിപ്പോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മൈക്ക് കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഒരു ആവറേജ് ഒക്കെ സൗണ്ട് എടുത്താൽ മതി. അതല്ല എങ്കിൽ അല്ലെങ്കിൽ എന്ത് പറ്റും, ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് നമ്മൾ എന്താ പറയാ ഒച്ചയുണ്ടാക്കി അത് ഇറ്റ് മേ കോസ് സം ഡിസീസ് ഇൻ ആർ ത്രോട്ട്, അല്ലെ? തൊണ്ടവേദന, തൊണ്ടയ്ക്ക് അസുഖങ്ങള് അല്ലെ വരാൻ സാധ്യതകളുണ്ട്. ചാൻസസ് ആണ് പറയുന്നത്. ഇത് ചെറിയൊരു ഉദാഹരണം, ഇതൊന്നും വലിയ രോഗമൊന്നുമല്ല, പക്ഷെ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാക്ടറീസിലും ഇതുപോലെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ ആ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ അത് കുറയ്ക്കണം. അത് കുറച്ചില്ലെങ്കിൽ എന്ത് പറ്റും, അത്തരം ജോലികൾ ചെയ്യാൻ കൂടുതൽ വേറെ ആൾക്കാർ പുറത്തുനിന്ന് വരില്ല. അപ്പൊ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. നമുക്ക് അത്ര ജോലി ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. പ്രൊട്ടക്ടിങ് അവർ ലൈഫ് ഓർ ഹെൽത്ത്. നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ അവർ സംരക്ഷണം തരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ കൂടുതൽ ആൾക്കാർ നമുക്ക് അട്രാക്ട് ചെയ്യാം എംപ്ലോയീസിനെ.
കാരണം എന്താ, നമ്മളുടെ ലൈഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മുടെ ഹെൽത്തിന് ഒന്നും സംഭവിക്കില്ല, അതിനുള്ള പ്രിക്കോഷൻസ് അവർ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അല്ലെ. അതല്ലെങ്കിൽ എന്ത് പറ്റും, ആൾക്കാർ തയ്യാറാവില്ല വരാൻ. കാരണം എന്താ, അവിടെ ആ ജോലി ചെയ്ത് ഞാൻ മടുത്തതാ, ഇട്ടിട്ട് പോകുന്നതാ, എന്റെ ആരോഗ്യം മോശമായി പോയി എന്ന് 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, അതൊരു നല്ല കാര്യമല്ല. അപ്പൊ നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഡിക്രീസ് ചെയ്യാനും നമുക്ക് അതിനുള്ള പ്രിക്കോഷൻസ്, എംപ്ലോയിയുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഡിക്രീസ് ഡാമേജസ് ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. ഇത് നമ്മളുടെ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വസ്തുക്കളും സാധനങ്ങളും ഒക്കെ അസറ്റ്സും ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ഈ എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇസ് നോട്ട് ഓക്കെ, ആരോഗ്യം സംരക്ഷിക്കുന്നില്ല എങ്കിൽ, അവരുടെ ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ പലതരത്തിലുള്ള, നമ്മൾ വെറുതെ ഇങ്ങനെ എങ്ങി വന്നിരുന്ന് ജോലി ചെയ്യുന്നു. പക്ഷെ ആ ജോലി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് തരുന്നില്ല. കാരണം എന്താ, ആള് രോഗിയാണ് അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള രോഗം വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ 100% ഔട്ട്പുട്ട് കിട്ടണമെന്ന് വിചാരിച്ചാൽ വിൽ നോട്ട് ഗെറ്റ്, കിട്ടില്ല. അത് ഷുവർ ആണ്, 100% ഷുവർ ആണ്. ബിക്കോസ് ദേ ആർ നോട്ട് ഹെൽത്തി. അവര് ആരോഗ്യമുള്ളവരല്ല, അവരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ് ബിക്കോസ് ഈ ഒരു ജോലി ചെയ്ത്. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കുറയുന്നു, ഔട്ട്പുട്ട് കുറയുന്നു, പ്രൊഡക്ടിവിറ്റി കുറയുന്നു, പ്രോഫിറ്റബിലിറ്റി കുറയുന്നു. അങ്ങനെ പല കുറവുകളും ആ ഓർഗനൈസേഷൻ ഉണ്ടാകും. അപ്പൊ പലതരത്തിലുള്ള എന്താ പറയാ ഡാമേജസ്, അവിടുത്തെ എന്താ പറയാ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ വെറുതെ റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ സംസ്കൃത വസ്തുക്കളൊക്കെ വെറുതെ പാഴായി പോകുക. കാരണം ഇവര് അത് മാക്സിമം യൂസ് ചെയ്ത് ജോലി ചെയ്യുന്നില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഹെൽത്തി. കാരണം ഹെൽത്തി അല്ല അവർക്ക് പല അസുഖങ്ങളാണ്. ഹെൽത്തി അല്ലാത്ത ആളുകൾ എന്ത് ചെയ്താലും പലതരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകും. സോ ടു റെഡ്യൂസ് ഇറ്റ്, ഈ പറയുന്ന ഡാമേജസും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും എംപ്ലോയി ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. Then the next one is to decrease industrial conflict. ജോലിക്കിടയിൽ എന്താ പറയാ എംപ്ലോയീസ് പരസ്പരം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ഈ ഹെൽത്ത് തന്നെ. ഇപ്പൊ എനിക്ക് രോഗം എന്തുകൊണ്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല, അവിടെ ഇവിടെ ഞാൻ തൂക്കി പിടിച്ച് എന്തെങ്കിലും പതുക്കെ ചെയ്യുന്നു. എന്റെ കൂടെയുള്ള കോളീഗ്സ് അല്ലെങ്കിൽ കോവർക്കേഴ്സ് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട്, ഭയങ്കര ഇതായിട്ട്, അവർക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ വളരെ പതുങ്ങിയിരുന്ന് ജോലി ചെയ്യുമ്പോൾ അവർ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് 100% റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നു. വി ക്യാൻ സി വേരിയേഷൻസ്. നമ്മളുടെ ഔട്ട്പുട്ടിന്റെ വേരിയേഷൻസ് അവിടെ തന്നെ ക്ലിയർ ആകും. കാരണം ആള് പതുങ്ങി ചെയ്യുന്നു, അവിടെ ഔട്ട്പുട്ട് ഇല്ല. അവരവിടെ ഭയങ്കര കഷ്ടപ്പെട്ട് 100% ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു കണ്ടോ. അപ്പൊ തന്നെ എന്താ അവര് കുറെ എന്താ പറയാ പ്രൊഡക്ഷൻ നടത്തി, നീ എന്താ ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മില് അടിമകളൊക്കെ ആകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ വാക്കുകൊണ്ടാണെങ്കിലും അതൊരു ബഹളം തന്നെയാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് റെഡ്യൂസ് ചെയ്യാനും എംപ്ലോയി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ നെസസറിയാണ്. Next one, to maintain discipline in the organization. Employee health ഉണ്ടെങ്കിൽ മാത്രമാണ് we can maintain employee discipline. എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആകാനായിട്ട്. ഡിസിപ്ലിൻ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് ആണ് അല്ലെ. അതായത് വളരെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോസ് ആൻഡ് പ്രൊവിഷൻസ് എല്ലാം കൃത്യമായി എന്താ പറയാ ഒരു ഡിസിപ്ലിനറി പോളിസി ഒക്കെ ഫോളോ ചെയ്യുന്ന എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഉണ്ടാവും. അതെങ്ങനെയാ അവർക്ക് അതൊക്കെ ഫോളോ ചെയ്യുന്നത്? ദേ ആർ ഹെൽത്തി. എല്ലാം ഹെൽത്തി ആണെങ്കിലാ. അല്ലെങ്കിൽ എന്താണ്, ഇൽ ഹെൽത്ത് ആണെങ്കിൽ നേരം വൈകി വരും. കാലത്ത് എന്നിട്ടിപ്പോ നല്ല സുഖം ഉണ്ടായില്ല, അപ്പൊക്കെ പതുങ്ങി ആയിപ്പോയി അല്ലെ, വയ്യാണ്ടായി, അതുകൊണ്ട് ഇച്ചിരി വൈകി പോയിട്ടാ സാറേ എന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഡിസിപ്ലിൻഡ് ആകാനായിട്ട് എംപ്ലോയീസിന്റെ ഡിസിപ്ലിനും ഈ പറയുന്ന എംപ്ലോയി ഹെൽത്തുമായിട്ട് ഇമ്പോർട്ടന്റ് എന്താ പറയാ റിലേഷൻ ഉണ്ട് അല്ലെ. ഞാനിപ്പോ വളരെ ഹെൽത്തി ആണ്, അപ്പൊ കറക്റ്റ് ചാടി എനർജറ്റിക് ആയിട്ട് കാലത്ത് തുടങ്ങി എല്ലാ കാര്യവും ചടപടയെന്ന് ചെയ്ത് ഓൺ ടൈമിൽ നമുക്ക് നമ്മുടെ ഓഫീസിൽ ഡ്യൂട്ടിക്ക് എത്താൻ പറ്റും. അതേസമയം ഇഫ് ഐ ആർ നോട്ട് ഓക്കെ, മൈ ഹെൽത്ത് ഈസ് നോട്ട് ഓക്കെ, മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഇത് ഏതാണെങ്കിലും ഞാൻ ഓക്കെ അല്ല എങ്കിൽ ഐ വിൽ ബി, മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അല്ലെ. ഫ്രസ്ട്രേഷൻസ്, ഡിപ്രഷൻസ് ഒക്കെ വന്ന് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുന്നത് എന്താണെന്ന് ചിലപ്പോൾ ഓർക്കാതെ വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും അങ്ങോട്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ഡിസ്റ്റർബൻസ്. സോ അത് എന്ത് ചെയ്യും, നമ്മളെ ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കുക. സോ ഡിസിപ്ലിൻ തെറ്റിയില്ലേ. സോ എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യവുമായിട്ട്, എംപ്ലോയീസിന്റെ ഡിസിപ്ലിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എംപ്ലോയി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു give due consideration to employee health. Employee healthy ആണെങ്കിൽ മാത്രമേ ഡിസിപ്ലിൻഡ് ആയിട്ട് എംപ്ലോയീസ് ബിഹേവ് ചെയ്യുള്ളൂ ഓർഗനൈസേഷനിൽ. ക്ലിയർ ആയോ? 6ാമത്തെ പോയിന്റ് വരെ മനസ്സിലായല്ലോ?
ഓക്കെ ആണല്ലോ? ഇതൊക്കെ സിമ്പിൾ സെന്റൻസുകളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, 7th one, to boost the morale of employees and encourage them. എംപ്ലോയീസിന്റെ പല മൊറാലിറ്റി, മൂല്യങ്ങളെ ഇംപ്രൂവ് ചെയ്യാം. അതായത് ഓരോ എംപ്ലോയീസിനും അവരവരുടേതായ കുറെ എന്താ പറയാ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ എന്താ പറയാ സംതൃപ്തി, സന്തോഷം, അവരുടെ മൂല്യങ്ങൾ, ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ, ബൂസ്റ്റപ്പ് ചെയ്യാൻ എംപ്ലോയി ഹെൽത്ത്. ഞാൻ ആരോഗ്യമുള്ളപ്പോഴാണ് എപ്പോഴാ എന്താകുക, ഞാൻ ഹാപ്പി ആകുക. അനാരോഗ്യത്തിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കില്ല. വയ്യാണ്ടിരിക്കുകയാണ്, അസുഖം ആയിക്കോട്ടെ, മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാതായിക്കോട്ടെ, ഐ കനോട്ട് ഫീൽ ഹാപ്പിനെസ്. എനിക്ക് ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യാൻ, ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് ദ എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ, എല്ലാ ടൈപ്പിലും ഹെൽത്തി ആണെങ്കിൽ, ദേ ക്യാൻ ഇൻക്രീസ്, അതായത് എംപ്ലോയീസിന്റെ മൊറൈൽ ഇൻക്രീസ് ചെയ്യാം, അവരുടെ enthusiasm, അവരുടെ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹൈ പ്രൊഡക്ടിവിറ്റി. അതിന്റെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന്റെ വർക്കേഴ്സിന്റെ ഇഫക്റ്റീവ്നെസ് വർദ്ധിക്കും. അല്ലെ? ഓരോരുത്തരും നല്ല രീതിയിൽ ഹാപ്പിയോടുകൂടി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യും. അത് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. മനസ്സിലായോ? അപ്പൊ ആ പോയിന്റ് മറ്റൊരു പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. എട്ടാമത്തെ പോയിന്റ്, എംപ്ലോയീസ് ഇൻഡ്യൂസിയസ്റ്റിക് ആണെങ്കിൽ, അവർ ഗുഡ് മൊറൈലായിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് അവരുടെ ഇഫക്റ്റീവ്നെസ്, വർക്കിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. അതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. മനസ്സിലായോ? നമ്മൾക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ആ പറയുന്ന എല്ലാ പ്രൊഡക്ടിവിറ്റിയും നേരെ താഴെ കുത്തനെ ഡൗൺ ആകും. ഓക്കെ. Then and the last one, to encourage and assist employees so that they can work for a longer time. ഇത് വേറൊരു പോയിന്റിന്റെ ഞാൻ ചേർത്ത് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ജോലി മാത്രമല്ല, നമ്മളുടെ കൂടെയുള്ള മറ്റ് എംപ്ലോയീസിന്റെ ജോലിക്ക് കൂടി നമുക്ക് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും, സഹായിക്കാൻ പറ്റും. ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് ഒരു അസുഖവും ഇല്ല, മെന്റലി ഐ എം നോട്ട് ഫീലിംഗ് ഇൽനെസ്, എനിക്ക് മെന്റൽ ഇൽനെസ്സും ഇല്ല, അതുപോലെ ഫിസിക്കൽ ഇൽനെസ്സും ഒന്നുമില്ല, എങ്കിൽ ഐ വിൽ ബി ഓൾവേസ് ഹാപ്പി. ഞാൻ എപ്പോഴും സന്തോഷമായിരിക്കും. അപ്പൊ സന്തോഷമുള്ളപ്പോ നമുക്ക് മറ്റുള്ളവരോട് സഹായിക്കാൻ, അവരെന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ ആ സഹായിക്കാനുള്ള മനസ്ഥിതി, ജോലിയുടെ ഇടയിൽ അവരുടെ ജോലിക്ക് കൂടി നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അത് ഉള്ളിൽ നിന്ന് നമുക്ക് താനെ വരും. എപ്പോഴാ ഹാപ്പി ആയിരിക്കുന്നു, നമ്മൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു, സങ്കടപ്പെട്ടിരിക്കുന്നു, ദേഷ്യത്തോടെ ഇരിക്കുന്നു, ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് സഹായിച്ചു തരുമോ, പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നമുക്ക് അത്രയും സന്തോഷത്തോടെ അത് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നില്ല. ഒരു കടത്ത് കഴിക്കുന്ന പോലെ ചിലപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇഫ് യു ആർ ഓക്കെ, അല്ലെ, എല്ലാം ഓക്കെ ആണ്, നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് നമ്മുടെ എംപ്ലോയീസിനെ, കൂടുതൽ എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ദേ വിൽ ബി വർക്കിംഗ് ഫോർ എ ലോങ്ങർ ടൈം. ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാനോ ഒന്നും നമുക്ക് തോന്നില്ല, കാരണം നമ്മളിവിടെ എല്ലാം കൊണ്ടും സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എത്ര നാള് വരെ എനിക്ക് മാക്സിമം ജോലി ചെയ്യാൻ പറ്റുമോ അത്രയും നാളും ആ ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കാനായിട്ട് ആ എംപ്ലോയി ശ്രമിക്കും. ബിക്കോസ് അവിടെ നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനും, നമ്മളുടെ ഹെൽത്തിനെയും നമ്മളുടെ സേഫ്റ്റിയും ഒക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വൈ ഷുഡ് ഐ ഗോ എനിവെയർ എൽസ്? പിന്നെ ഞാൻ എന്തിനാ വേറെ ജോലി അന്വേഷിച്ച് പോകുന്നേ? എനിക്ക് കിട്ടുന്ന, ഞാൻ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന സാലറിയിൽ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഓൾസോ ഐ എം ഗെറ്റിംഗ് പ്രൊട്ടക്ഷൻ ഫോർ മൈ ഹെൽത്ത് ആൻഡ് ഈവൻ ഫോർ മൈ സേഫ്റ്റി. എന്റെ സുരക്ഷിതത്വത്തിനും എന്റെ ആരോഗ്യത്തിനും ഒക്കെ ഇവിടെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ വേറെ അന്വേഷിച്ച് പോകുന്നത്? ആവശ്യമില്ല. കണ്ടോ? അത് നമ്മളെ ആ ഓർഗനൈസേഷനിൽ ഒരുപാട് നാള് പിടിച്ചു നിർത്തും. ഇഫ് ദ ലൈഫ് ഓഫ് ദ ഓർ ദ ഹെൽത്ത് ഓഫ് ദ എംപ്ലോയീസ് ആർ പ്രൊട്ടക്റ്റഡ്. ഇതൊക്കെ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ ഓർഗനൈസേഷൻ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമാണ് അങ്ങനെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. നമുക്ക് എന്തെങ്കിലും ജോലി, ഒരു വയ്യായിക, പെട്ടെന്ന് വയ്യായിക വരികയാണ് ഈ ജോലി ചെയ്ത്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വേഗം തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവാൻ നോക്കും. റൈറ്റ്? മനസ്സിലല്ലേ? ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് എല്ലാ പോയിന്റും ക്ലിയർ ആണല്ലോ? ഒന്ന് വേഗം ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം, അടുത്ത ഭാഗത്തേക്ക് അത് കഴിഞ്ഞ് പോകാം. പെട്ടെന്ന് അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് എന്നോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് എന്നോ ഒക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് ടിക്ക് ചെയ്യുക. അതിന്റെ മുകളിൽ നേരത്തെ പറഞ്ഞ WHO-യും ILO-യും പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എംപ്ലോയി ഹെൽത്തിന്റെ റിലേറ്റ് ആയിട്ട് പറഞ്ഞത്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. പറഞ്ഞോട്ടെ? അടുത്തത് ഓക്കെ ആണോ?
യെസ്. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയി ഹെൽത്തിന്റെ ആസ്പെക്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ഒരുപാട് എംപ്ലോയി ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേരിയസ് ആസ്പെക്ട്സ്. ഒന്ന് മെന്റൽ ഹെൽത്ത്, മറ്റൊന്ന് ഫിസിക്കൽ ഹെൽത്ത്, ആൻഡ് തേർഡ് വൺ ഈസ് സോഷ്യൽ ഹെൽത്ത്. മൂന്ന് എന്താ പറയാ ഹെൽത്തുമായി ബന്ധപ്പെട്ട മൂന്ന് ആസ്പെക്ട്സ് ആണ് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ILO പറഞ്ഞു ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആൻഡ് പ്രൊമോട്ടഡ്. അവരുടെ ഈ മൂന്ന് തരത്തിലുള്ള ആരോഗ്യത്തിനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും വേണം എംപ്ലോയീസിന്റെ. എന്നാലാണ് ഓർഗനൈസേഷൻ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് ഓരോ എംപ്ലോയീസിൽ നിന്നും കിട്ടും. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ ജോബ്. അവർ ചെയ്യുന്ന ജോലിയിൽ അത് പ്രകടമാകും. അത് പ്രകടമാകുമ്പോൾ ഇറ്റ് വിൽ റെഡ്യൂസ് ദ പ്രൊഡക്ടിവിറ്റി. അങ്ങനെ വരുമ്പോൾ ഉത്പാദനക്ഷമത കുറയും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ലോ പ്രോഫിറ്റബിലിറ്റി. അതിന്റെ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അനന്തരഫലമായിട്ട് നമ്മുടെ ലാഭക്ഷമതയും കുറയും. ലാഭം കിട്ടാനുള്ള ആ ഒരു ടെൻഡൻസി, എത്രത്തോളം ലാഭം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് കുറയാനാണ് സാധ്യത. ബിക്കോസ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദ 3 ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയി ഹെൽത്തിന്റെ 3 ആസ്പെക്ടുകളാണ് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഓൾസോ സോഷ്യൽ ഹെൽത്ത്. ഫസ്റ്റ് വൺ മെന്റൽ ഹെൽത്ത് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എലമെന്റ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്തിന് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് ടു പ്രൊട്ടക്ട് ദ എംപ്ലോയീസ് മെന്റൽ ഹെൽത്ത്. എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊടുക്കാതിരിക്കുക. അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതിയിൽ എപ്പോഴും അവരെ എന്താ പറയാ, അവര് ഭയങ്കര സന്തോഷിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, അവർക്ക് അവരുടെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവരുടെ മനസ്സിനെ അലട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ബി പ്രൊട്ടക്റ്റഡ്. എംപ്ലോയീസിന്റെ എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഒരു ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. സോ യു ഹാവ് ടു അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. ആ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. ഏത്? എ സിഗ്നിഫിക്കന്റ് എലമെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഹെൽത്ത് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് എംപ്ലോയീസ് മെന്റൽ ഹെൽത്ത്. എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മെന്റൽ ഹെൽത്തിനെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇറ്റ്സ് ഓൾസോ ടേംഡ് ആസ് ഇമോഷണൽ ഹെൽത്ത്. ഇമോഷണൽ ഹെൽത്ത് ആണ്. ഈ മെന്റൽ ഒരു ഇമോഷൻ ആണ് അല്ലെ. മെന്റൽ സ്ട്രെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അത് ഇമോഷൻസിനെ ബാധിക്കും അല്ലെ. അതുകൊണ്ടാണ് അതിനെ ആ ഒരു പേരും കൂടി കൊടുത്തിരിക്കുന്നത്, ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് എന്ന് പറയുന്നത് എന്താണ് ഈ മെന്റൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റിവീൽസ് ഹൗ ദ പീപ്പിൾ ഫീൽ ഗുഡ് അബൌട്ട് അതേഴ്സ്. അതായത് നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഹൗ ക്യാൻ ബി ഹാൻഡിൽ, what is the ability of us to handle such challenges. ഏതെങ്കിലും തരത്തിലുള്ള ചാലഞ്ചസ് നമ്മളുടെ ജീവിതത്തിൽ വന്നാലേ, ലൈഫ് ചാലഞ്ചസ് while we are doing any task in an organization നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചാലഞ്ചസ് വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനുള്ള കഴിവ് നമ്മുടെ കഴിവും അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്, ഇതൊക്കെയാണ് മെന്റൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മെന്റൽ ഹെൽത്ത് എന്താ പറയാ റിവീൽ ചെയ്യുന്നത് തന്നെ. മെന്റൽ ഹെൽത്ത് റിവീൽ ചെയ്യുന്നത് പീപ്പിൾസ് ഫീൽ ഗുഡ് അബൌട്ട് അതേഴ്സ്. നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് എത്ര നല്ലതായി തോന്നുന്നു എന്നുള്ളതും മാത്രമല്ല, ലൈഫ് ചാലഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിന്റെ കഴിവും, ഇതെല്ലാമാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് റിവീൽ ചെയ്യുന്നത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹാപ്പിനെസ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷം വരും, സെൽഫ് എഫിഷ്യൻസി, എന്താ പറയാ നമ്മുടെ സ്വയം കാര്യക്ഷമത, എഫിക്കസി മീൻസ് എഫിഷ്യൻസി തന്നെയാണ്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് എന്താ?
ഡിപ്പെൻഡന്റ് അല്ലാതിരിക്കുന്ന അവസ്ഥ അല്ലെ. അത് നമ്മളുടെ എന്താ പറയാ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വാശ്രയത്വമാണ്. നമ്മൾ തന്നെ നമ്മളെ ആശ്രയിക്കുക, അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു പരിപാടികളൊന്നും ഇല്ലാതെ സ്വയം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കോമ്പറ്റീറ്റീവ്നെസ്, അതായത് ഒരു മത്സരീയ ബുദ്ധി, അല്ലെങ്കിൽ അത്തരം ഒരു എന്താ പറയാ മറ്റുള്ള എംപ്ലോയീസുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എനിക്ക് കൂടുതൽ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് കയറണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യക്ഷമത, പ്രൊഫിഷ്യൻസി, അതുപോലെ തന്നെ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ കേപ്പബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികളുടെയും, മറ്റുള്ളവരുടെ ആയിക്കോട്ടെ മറ്റ് കോവർക്കേഴ്സിന്റെ ആയിക്കോട്ടെ, അവരുടെ ഓരോ മാനസികമായിട്ടുള്ളതും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതെല്ലാം മെന്റൽ ഹെൽത്തിനകത്ത് വരും. ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കുക, നമുക്ക് സ്വയം നമ്മളുടെ എഫിഷ്യൻസിയെ മനസ്സിലാക്കുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, ഒരു മത്സരത്തോടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ചലഞ്ച് പോലെ എടുത്ത് അത് പ്രവർത്തിക്കുക, നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക. ഇതെല്ലാം വരുന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ മെന്റൽ ഹെൽത്ത് ചില സമയത്ത് ഇറ്റ് വിൽ അഫക്ട് അഡ്വേഴ്സ്ലി. ഇത് അഡ്വേഴ്സ് ആയിട്ട്, അഡ്വേഴ്സ് മീൻസ് എന്താ, ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ, നമ്മളിങ്ങനെ മലയാളത്തിൽ നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യും. ആരെ എഫക്ട് ചെയ്യും? എംപ്ലോയീസിന്റെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ആരെയാണ്? എംപ്ലോയേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനെയും എഫക്ട് ചെയ്യും. കാരണം മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കുറയും, ഉൽപാദനം കുറയും, അവരുടെ തൂങ്ങിപ്പിടിച്ച് നിൽക്കും അല്ലെ. അവരുടെ ഇമോഷൻസ് അവർ പുറത്തേക്ക് കാണിക്കും, ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ ഭയങ്കര വയലന്റ് ആയിട്ട് പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോ അത് ആരെ എഫക്ട് ചെയ്യും? എംപ്ലോയേഴ്സിനെ അഫക്ട് ചെയ്യും, ജോലി കൊടുത്ത ആൾക്കാരെ അഫക്ട് ചെയ്യും, മാത്രമല്ല ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യും, ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കുറയും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഹൈ ലെവൽ ഓഫ് അബ്സെന്റിസം, അതായത് കൂടുതൽ ആളുകൾ എംപ്ലോയീസ് ജോലിക്ക് വരാണ്ടാകും. മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല, എനിക്ക് ഞാൻ അത്ര ശരിയല്ല, ഡിപ്രഷൻ ആണ്, അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ജോലിക്ക് വരാതെയാകും, ഒരുപാട് ആളുകൾ ആബ്സെന്റ് ആകും, ലീവ് ആകും, പ്രൊഡക്ഷൻ കുറയും. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദ അസോസിയേറ്റഡ് കോസ്റ്റ്, എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട കുറെ ചെലവുകൾ. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ലീവ് ആകുന്നു, കുറെ പേര് ലീവ് ആയി പോയി കഴിയുമ്പോ നമ്മൾ ഇവിടെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടിരിക്കുകയാണ്, ഇതൊന്നും ഉപയോഗശൂന്യമായിരിക്കുന്നു. കുറെ പേരൊക്കെ ജോലി ചെയ്യാതെ വീടുകളിൽ ലീവ് എടുത്തിരിക്കുമ്പോ അപ്പൊ അവർക്ക് അഡീഷണൽ ആയിട്ട് കുറെ ചെലവുകൾ വരും. ഇത്തരം ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോ എന്താ പറയാ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ്. ഈ മെന്റൽ ഹെൽത്ത് ഇത് അഫക്ട്സ് ദ എംപ്ലോയേഴ്സ്, എംപ്ലോയീസിനെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നു, മാത്രമല്ല ഓർഗനൈസേഷനെ ബാധിക്കുന്നു. ഓർഗനൈസേഷനിൽ ബാധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹൈ ലെവൽ ഓഫ് ആബ്സെന്റിസം വരുന്നു, പ്രൊഡക്ഷൻ ലെസ് ആകുന്നു, മാത്രമല്ല കോസ്റ്റുകൾ, ചെലവ് വളരെയധികം കൂടുന്നു. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് എംപ്ലോയറിനെയും ഓർഗനൈസേഷനെയും മെന്റൽ ഹെൽത്ത് ഒരുപാട് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ആ രണ്ട് കുഞ്ഞു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ഇനി രണ്ടാമത്തെ സെന്റൻസ് ഇല്ലേ, അതില് ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇമോഷണൽ ഹെൽത്ത്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇമോഷണൽ ഹെൽത്ത് എന്നല്ല പഠിക്കേണ്ടത്. ഐറ്റിന്റെ സ്ഥാനത്ത് മെന്റൽ ഹെൽത്ത് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇമോഷണൽ ഹെൽത്ത് എന്ന് ചേർത്ത് വായിക്കണം. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെന്റൽ ഹെൽത്ത് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇമോഷണൽ ഹെൽത്ത് എന്ന് വെച്ചാൽ ഒന്നും രണ്ടും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Dash is also termed as emotional health, അല്ലെങ്കിൽ mental health is also termed as emotional health. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അടുത്തത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അഡ്വേഴ്സ്ലി അഫക്ട് എംപ്ലോയേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ദ ഫോം ഓഫ് high level of absenteeism, less production and increase in the associated cost. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ് പാരഗ്രാഫില് സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി ആരെ ഇത് എന്താ പറയാ നമ്മളുടെ എംപ്ലോയീസിന്റെ ഹെൽത്ത് എഫക്ട് ചെയ്യുന്നത്? എംപ്ലോയീസ് ഹെൽത്തി അല്ല എങ്കിൽ എംപ്ലോയീസിനെയും അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ദർ പെർഫോമൻസ് വിൽ ബി ലെസ്. അവർ ചെയ്യുന്ന ജോലിയുടെ ആ പെർഫോമൻസിന്റെ ഇഫക്റ്റീവ്നെസ്, കാര്യക്ഷമത കുറയും, പെർഫോമൻസ് കുറയും. അപ്പൊ അങ്ങനെയുള്ള
കാര്യങ്ങളും എംപ്ലോയീസിന്റെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെന്റൽ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ് ഈസ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ജോബ് പെർഫോംഡ് ബൈ ദം. അവർ ചെയ്യുന്ന ജോലിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഏത്? മെന്റൽ ഹെൽത്ത്, എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്ത്. അവർ ഓക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും, ഓക്കെ അല്ല എങ്കിൽ നെഗറ്റീവായിട്ട് അത് അഫക്ട് ചെയ്യും. ആൻഡ് മാത്രമല്ല, ഇറ്റ് വിൽ ലീഡ് ടു സം സീരിയസ് പ്രോബ്ലംസ് വിച്ച് ക്യാൻ ബി സഫേർഡ് ബൈ ദ എംപ്ലോയീസ്. വർക്ക് പ്ലേസിൽ അവർക്ക് ഈ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ വാട്ട് എവർ കംസ് അഗെയിൻസ്റ്റ് us, നമുക്ക് എതിരെ വരുന്ന എന്ത് കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര ദേഷ്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ സമീപിക്കുക, അപ്രോച്ച് ചെയ്യുക. അപ്പൊ അത് ചിലപ്പോൾ വലിയ തർക്കങ്ങളിലേക്ക് പോകാം, മറ്റു പല സീരിയസ് പ്രോബ്ലംസിലേക്കും ലീഡ് ചെയ്യാം. അപ്പൊ മെന്റൽ ഹെൽത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു ബി മെയിൻറ്റെയിൻ. ഒരു ഓർഗനൈസേഷനിലെ മെന്റൽ ഹെൽത്ത് എംപ്ലോയീസിന്റെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല എങ്കിൽ പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഓർഗനൈസേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ സെന്റൻസ് സെക്കൻഡ് സെന്റൻസ് ആണ് കേട്ടോ. മൂന്നാമത്തെ പാരഗ്രാഫിലെ സെക്കൻഡ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അവിടെ പക്ഷെ തുടങ്ങിയിരിക്കുന്നത് ഇറ്റ് എന്നും പറഞ്ഞിട്ടാണ്. വീണ്ടും ആ ഇറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ ചേർക്കേണ്ടത് മെന്റൽ ഹെൽത്ത് ആണ് കേട്ടോ. ഇറ്റ് ലീഡ്സ് ടു എന്ന് പകരം മെന്റൽ ഹെൽത്ത് ലീഡ്സ് ടു സ്ട്രെസ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് എ മേജർ പ്രോബ്ലം സഫേർഡ് ബൈ എംപ്ലോയീസ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഒരു ജോലി സ്ഥലത്ത് ആളുകൾക്ക് എംപ്ലോയീസിന് മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സ്ട്രെസ്സും അനുഭവിക്കേണ്ടി വരും. അത് വലിയൊരു പ്രശ്നം വർക്ക് പ്ലേസിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഇനി ഓൾസോ വേരിയസ് ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓർഗനൈസേഷനിൽ. ദാറ്റ് മീൻസ് എന്താ പറയാ, ടൈം കൺസ്ട്രെയിന്റ്, സമയം ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. സമയത്തിന് ജോലി തീരില്ല, കാരണം മെന്റൽ ഹെൽത്ത് നോക്കിയല്ല. അപ്പൊ കൊടുത്തിരിക്കുന്ന സമയമൊന്നും തീരില്ല, ജോലി തീരില്ല. അപ്പൊ ടൈം കൺസ്ട്രെയിന്റ്. ചാവോട്ടിക് വർക്ക് എന്ന് വെച്ചാൽ, ചാവോട്ടിക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ പെർഫെക്റ്റ് അല്ല, ഭയങ്കര താറുമാറിലായ അല്ലെങ്കിൽ തകരാറിലായ രീതിയിലുള്ള ജോലി. എന്തോ ചെയ്തു പക്ഷെ പെർഫെക്ഷൻ ഇല്ല, ദാറ്റ്സ് ഓൾ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതാണ് മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിലാണ് ഇതൊക്കെ ഉണ്ടാകാം. എക്സസ് റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കുഞ്ഞുകൂടും. കാരണം എന്താ, ചെയ്യാൻ കൊടുത്തേക്കുന്ന ജോലി കൃത്യം സമയാസമയങ്ങളിൽ ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നിങ്ങനെ കിടക്കും. ഓക്കെ, പിന്നെ ബോറിംഗ് വർക്ക് ആയിരിക്കും. വർക്ക് സന്തോഷത്തോടെയല്ല ചെയ്യുന്നത്, ബോറടിച്ചാ ചെയ്യുന്നത്. ബിക്കോസ് മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. ബോറിംഗ് വർക്ക് ആകാം, ഷിഫ്റ്റ് ബേസ്ഡ് ജോബ് ആകാം. അപ്പൊ ചിലപ്പോ ചില ഷിഫ്റ്റ് കൊടുത്തിരിക്കുന്ന ജോലി ആ ഷിഫ്റ്റിൽ പറ്റില്ല, അടുത്ത ഷിഫ്റ്റിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. വർക്കിംഗ് അണ്ടർ പ്രഷർ, ഭയങ്കര പ്രഷറോടുകൂടി ജോലി ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ ഓവർലോഡ് വർക്ക്. ഇതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസ് സഫർ ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ, സ്ട്രെസ്സും ഇതൊക്കെ സഫർ ചെയ്യേണ്ടി വരും എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ ഇഫ് ദർ മെന്റൽ ഹെൽത്ത് ഈസ് നോട്ട് ഓക്കെ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സഫറിങ്സ് വിച്ച് ആർ ഫേസ്ഡ് ബൈ ദ എംപ്ലോയീസ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഇതുപോലെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ടൈം കൺസ്ട്രെയിന്റ്, അതുപോലെ തന്നെ ചാവോട്ടിക് വർക്ക്, എക്സസ് റെസ്പോൺസിബിലിറ്റീസ്, ബോറിംഗ് വർക്ക്, ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്, വർക്കിംഗ് അണ്ടർ പ്രഷർ ആൻഡ് ഓൾസോ വർക്ക് ലോഡ്. മനസ്സിലായോ? ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമ്പോ ഓർഗനൈസേഷനിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓൾ ദീസ് ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സ് ഒക്കെ, ഇത്തരം ഘടകങ്ങളൊക്കെ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ബേൺ ഔട്ട്സ്, ഹോപ്പ്ലെസ്നെസ്, സ്ലീപ്ലെസ്നെസ്, എക്സേർഷൻ ആൻഡ് ബോർഡം. എന്തുണ്ടാവും? ബേൺ ഔട്ട്. ബേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെസ് തന്നെയാണ്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വർക്കേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില ടൈപ്പ് ഓഫ് സ്ട്രെസ്, അതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് വിളിക്കുക. ജോലി സംബന്ധമായിട്ടുള്ള ഭയങ്കര ഡിപ്രഷൻ, സ്ട്രെസ്, ഇതൊക്കെ. പിന്നെ നിരാശയിലാകുക, ഹോപ്പ്ലെസ് ആയിട്ട് പോവുക, പിന്നെ ഉറപ്പില്ലാണ്ടാകും. കാരണം മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല, ജോലി സ്ഥലത്ത് ആകെ പ്രശ്നമായി, എന്താ പറയാ, ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഉറപ്പവും കിട്ടില്ല, പിന്നെ എക്സേർഷൻ ചിലപ്പോഴൊക്കെ ഒഴിഞ്ഞു പോകും, ബോറടിച്ച് ആകെ നാശമാകും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതിന്റെ റിസൾട്ടുകളാണ്. ഏതിന്റെ? മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേരിയസ് ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട്, അതിന്റെ ആ ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന റിസൾട്ട്, ബേൺ ഔട്ട്, ഹോപ്പ്ലെസ്നെസ്, സ്ലീപ്ലെസ്നെസ്, എക്സേർഷൻ ആൻഡ് ബോർഡം. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം.
സോ ഫസ്റ്റ് ആസ്പെക്ട് ആണ് എംപ്ലോയി ഹെൽത്തിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് ആസ്പെക്ട് എന്താണ്? ഫിസിക്കൽ ഹെൽത്ത് ആണ്. ഓക്കെ, ഫിസിക്കൽ എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ വെൽബീയിങ്. എപ്പോഴും ഒരു ആളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം. ആ ശരീരത്തിന്റെ ആരോഗ്യമാണ് ഫിസിക്കൽ വെൽബീയിങ് ഓഫ് ദ എംപ്ലോയീസ് എന്നാണ് നമ്മൾ അതിന്റെ ഫിസിക്കൽ ഹെൽത്തിനെ പറയാം. If any employee is suffering from say any bad health or ill health, ആരോഗ്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ബാഡ് ഹെൽത്ത് ആണെങ്കിൽ എന്ത് ചെയ്യും? They becomes frustrated and also they even make quarrels even on tiny matters. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും, അതിൽ വരെ ചിലപ്പോൾ ചാടിക്കടിക്കുക, ദേഷ്യപ്പെടുക. കാരണം എന്താ? രോഗം വന്നു. ഇപ്പൊ നമുക്ക് ഒരു തലവേദന, ഭയങ്കര തലവേദന പഠിച്ചിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒതുങ്ങി കുറച്ചു നേരം ഒന്ന് ഇരിക്കാന്ന് വിചാരിക്കുമ്പോ ഈ ജോലിയുടെ ടെൻഷൻസും ഭാരം കൊണ്ടിട്ട് നമ്മളെ വന്നിട്ട് ആരെങ്കിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെ? അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം, നാച്ചുറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവരതിന് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഫ്രസ്ട്രേറ്റഡ് ആകുകയും ചെയ്യും. അത് ഒരു ഫിസിക്കൽ ഹെൽത്തിന്റെ ഒരു പ്രശ്നമാണ്. ആരോഗ്യസ്ഥിതി, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഓക്കെ അല്ലെങ്കിൽ ഫിസിക്കൽ എനർജി ആണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ജോലി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള എനർജി തരുന്നത്. പക്ഷെ ഇഫ് ദ ഫിസിക്കൽ എനർജി ഈസ് നോട്ട് ഓക്കെ, അല്ലെങ്കിൽ ഫിസിക്കൽ എനർജി കുറയുകയാണെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ഓൺ അവർ എബിലിറ്റീസ്. അതായത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കഴിവുകളെ തന്നെ ഇല്ലാണ്ടാക്കി കളയും. ഭയങ്കര ഭംഗിയായിട്ട് എല്ലാ കാര്യവും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും വയ്യായ്ക വന്നു കഴിയുമ്പോ അത്രയും നന്നായി ചെയ്ത ആള് വളരെ താഴേക്ക് ചിലപ്പോ അവരുടെ കഴിവുകളൊക്കെ താഴ്ത്തി വിടുന്ന രീതിയിലേക്ക് പോകുന്നത് ഫിസിക്കൽ എനർജി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇറ്റ് വിൽ ഓൾസോ അഫക്ട് ദ കോൺഫിഡൻസ് ലെവൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവർ താന്നു, അല്ലെ? ഭയങ്കര എനർജിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആള് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു, അപ്പൊ അവരുടെ കോൺഫിഡൻസ് ലെവൽ പോകുന്നു, എല്ലാം പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. അതിന്റെ പ്രതിഫലമായിട്ട് എന്തുണ്ടാകും? ഇമോഷണൽ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഡൗൺ ആകും, ഡിസ്റ്റർബൻസസ് വരും നമുക്ക്, അല്ലെ? സങ്കടമോ ദേഷ്യമോ അങ്ങനത്തെ കുറെ വികാരങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് സമ്മിശ്രമായിട്ടൊക്കെ ചിലപ്പോൾ പുറപ്പെടാൻ സാധ്യതയുണ്ട്. ഇഫ് ദ ഫിസിക്കൽ ഹെൽത്ത് ഈസ് നോട്ട് ഓക്കെ. അപ്പൊ ഫിസിക്കൽ എനർജി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഫിസിക്കൽ എനർജിയും ഫിസിക്കൽ ഹെൽത്തും ഒരു എംപ്ലോയിയുടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അത് എല്ലാം ഓക്കെ അല്ലെങ്കിൽ അതും പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ ഫിസിക്കൽ ഹെൽത്ത് ആണ്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാത്തേക്കാം, ടൈനി മാറ്റേഴ്സ് വരെ അവിടെ വരെ മതി. ഒറ്റ സെന്റൻസ് മാത്രം, ഫിസിക്കൽ ഹെൽത്തിന്റെ ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. ആൻഡ് ലാസ്റ്റ് പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുറെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്, കുറെ സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് പറഞ്ഞേക്കട്ടെ. യെസ്, തേർഡ് ആസ്പെക്ട് ഓഫ് എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം സോഷ്യൽ ഹെൽത്ത് ആണ്. ഈ ശരിക്കും പറഞ്ഞ മനുഷ്യന്മാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കൽ ഹെൽത്തും ഒന്ന് നമ്മുടെ മെന്റൽ ഹെൽത്തും ആണ്. നമ്മുടെ മാനസിക നിലയും നമ്മുടെ ശാരീരിക നിലയും ഓക്കെ ആയി കഴിഞ്ഞാൽ പരമാവധി ഒരു ആള് ഓക്കെയാണ്. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്ക് മറ്റൊരു ഹെൽത്ത് കൂടി വളരെ നെസസറി ആയിട്ട് വേണം. ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ ഹെൽത്ത്. അതിനെ നമ്മൾ വിളിക്കുന്നത് സോഷ്യൽ ഹെൽത്ത് ആണ്. ഈ സോഷ്യൽ ഹെൽത്ത് കൂടി വേണം എന്നുള്ള ആ ഒരു ഐഡിയ കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1947 WHO ആണ്. അതായത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ദേ മസ്റ്റ് ഹാവ് ഫിസിക്കൽ ഹെൽത്ത് and also mental health, and also WHO included one more health, ഒരു ഹെൽത്ത് കൂടി ഇൻക്ലൂഡ് ചെയ്തു, അത് സോഷ്യൽ ഹെൽത്ത് ആണ്. എന്താണ് ഈ സോഷ്യൽ ഹെൽത്ത്? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് ആണ്, ഒരു എന്താ പറയാ, ഒരു നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഫാക്ടർ കൂടിയാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് WHO പറഞ്ഞു. അങ്ങനെ ഒരു സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 1947 ഒറിജിനേറ്റ് ചെയ്തു. എന്താണ് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് WHO പറയുന്നുണ്ട് ഒരു ഡെഫിനിഷൻ. ഇഫ് ആൻ ഇൻഡിവിജ്വൽസ് സോഷ്യൽ ഹെൽത്ത് ഈസ് ഗുഡ്, ഒരു വ്യക്തിയുടെ സാമൂഹികപരമായിട്ടുള്ള ആരോഗ്യം നല്ലതാണെങ്കിൽ then his overall health will also be good. അങ്ങനെയാണെങ്കിൽ ആളുടെ ഫിസിക്കലും മെന്റലും മറ്റെന്തൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഉണ്ടോ അതെല്ലാം ഓക്കെ ആയിരിക്കും, ഗുഡ് ആയിരിക്കും. നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഗുഡ് ആണെങ്കിൽ മറ്റെല്ലാ ഹെൽത്തും ഗുഡ് ആയിരിക്കുമെന്ന് ആണ് ആരുടെ അഭിപ്രായം? 1947 WHO ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോ അവരുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത്? ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഹൗ പ്രോപ്പർലി ദേ ക്യാൻ ഡു ദെയർ വർക്ക്,
അവർ എങ്ങനെ ജോലി ചെയ്യുന്നു, അവരുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ എനിക്ക് എന്റെ ആരോഗ്യം നല്ലതാണെങ്കിൽ പനിയില്ല, ചുമയില്ല, അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നുമില്ല, നല്ല കാര്യമായിട്ട് എന്റെ കൈയും കാലൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. മെന്റൽ ഹെൽത്തും ഓക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഡിസ്റ്റർബ്ഡ് അല്ല. അപ്പൊ നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓൾ ദാറ്റ് ഐ ക്യാൻ ഡിസ്ക്ലോസ്, എല്ലാം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ. പക്ഷെ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ഹൗ എ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആൻഡ് ഓൾസോ ഔട്ട്കംസ് ഓഫ് ദീസ് വെൽഫെയർ കമ്മ്യൂണിക്കേഷൻസ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ റിസൾട്ട്, അതിന്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു വെൽഫെയർ എന്ന് പറയുന്നത്. ഞാൻ മറ്റുള്ളവരാരാ? ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് നല്ല ജോലിയാണ്, നമ്മളുടെ കൂടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അവരോട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേഷൻ ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരണം. അല്ലാണ്ട് എപ്പോഴും വഴക്കിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോയി വഴക്കിടുന്നതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ എപ്പോഴും വഴക്കിട്ട് എപ്പോഴും ഒരു മോശം സിറ്റുവേഷൻ, ഒരു അന്തരീക്ഷം ഓർഗനൈസേഷനിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണോ അതാണ് നമ്മുടെ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം, കൈക്കും കാലിനും അസുഖമൊന്നുമില്ല, എങ്ങനെയും സംസാരത്തിനില്ല, കാഴ്ചക്കില്ല, മറ്റു കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. മെന്റൽ ഹെൽത്ത് കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ ഡബിൾ എനർജിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതിയിൽ നമ്മുടെ മൂഡ് കളയുന്ന രീതിയിൽ ദേഷ്യത്തിനോ സങ്കടത്തിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകാരികമായ പ്രശ്നങ്ങൾക്കൊന്നും ഇടയില്ല ഓൾവേസ്. അപ്പൊ ഈ രണ്ടും ഹെൽത്തും ഓക്കെ ആണെങ്കിൽ ഒരു സാധാ ഇൻഡിവിജ്വൽസിന് മുന്നോട്ട് പോകാം. പക്ഷെ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ചെയ്യുമ്പോൾ വി ഷുഡ് ഹാവ് വൺ മോർ ഹെൽത്ത്. നമുക്കൊരു ഹെൽത്ത് കൂടി വേണം, സോഷ്യൽ ഹെൽത്ത്. ഹൗ വി ഡീൽ വിത്ത് അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടുന്നു, എന്നിട്ട് അവിടെ ഒരു നല്ല അന്തരീക്ഷം, ഒരു വെൽഫെയർ ആണ്, ഒരു ക്ഷേമമാണ് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് എല്ലാവരെയും ദേഷ്യപ്പെടുത്തുന്ന, എല്ലാവരോടും വഴക്കുകൂടി എല്ലാവരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം കൊണ്ടുവരുന്നതല്ല. അതല്ല സോഷ്യൽ ഹെൽത്ത്. അത് ഒരു എന്താ പറയാ, സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഹൗ ടു ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ആൻഡ് ഓൾസോ ഹൗ വിൽ ബ്രിങ് ബെറ്റർ റിസൾട്ട്സ് ഇൻ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നല്ല റിസൾട്ടുകൾ നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നു, അതാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടി ആഡ് ഓൺ ചെയ്ത് WHO ഈ പറയുന്ന ഹെൽത്ത്, എംപ്ലോയി ഹെൽത്തിനെ ഒന്നുകൂടി അങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ 3 ആസ്പെക്ടുകൾ എന്ത് ചെയ്തത് എംപ്ലോയി ഹെൽത്തിൽ വന്നത്. ഏതൊക്കെയാ? മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലയോ? യെസ്. സോ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം എന്ന് ആര് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡ്യൂറിംഗ് ദ ഇയർ 1947 ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് സോഷ്യൽ ഹെൽത്ത് എന്നുള്ളത് കൂടി ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ WHO അതിനൊരു കാരണം പറയുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വലിന്റെ സോഷ്യൽ ഹെൽത്ത് ഗുഡ് ആണെങ്കിൽ ഓവറോൾ ഹെൽത്തും ഗുഡ് ആയിരിക്കും എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിന്റെ അകത്ത് ലാസ്റ്റ് സെന്റൻസിന്റെ ഫുള്ള് വേണ്ട, ഇവിടെ മതി. സോഷ്യൽ ഹെൽത്ത് ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ എ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അതേഴ്സ് ആൻഡ് ദ ഔട്ട്കംസ് ഓഫ് ദീസ് വെൽഫെയർ കമ്മ്യൂണിക്കേഷൻസ്. ആ ഒരു ഭാഗവും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? അവിടെ വരെ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ഡേയിൽ അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, എംപ്ലോയിയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ. WHO അതിന്റെ ഫാക്ടറീസ് ആക്ട് 1947 ഫാക്ടറീസ് ആക്ട് 1948 ചാപ്റ്റർ 3 കുറെ സെക്ഷൻസ്, കുറെ ലോസ്, നിയമങ്ങൾ, എംപ്ലോയീസിന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങൾ ഫാക്ടറീസ് ആക്ട്, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഫാക്ടറീസ് ആക്ട് 1948 അവരുടെ കുറെ സെക്ഷൻസ് ചാപ്റ്റർ 3 ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനെ സംബന്ധിക്കുന്നതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതുവരെ നിങ്ങൾ അതൊന്ന് വായിച്ച് അത്രയും എടുത്തത് വരെ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ അല്ലേ? സീ യു, ബൈ, താങ്ക് യു. Okay, thank you.